മന്ത്രിമന്ദിരമായ റോസ് ഹൗസ് 3/4 നൂറ്റാണ്ടിനു ശേഷം വീണ്ടും വിവാഹവേദിയായി. മന്ത്രി വി. ശിവൻകുട്ടിയുടെയും PSSC മുൻ അംഗം R. പാർവതി ദേവിയുടെയും മകൻ ഗോവിന്ദ് ശിവന്റെ റിസർച്ച് സ്കോളർ മണിപ്പാൽ സർവകലാശാല വിവാഹം എറണാകുളം തിരുവമ്പാറാടി തേനാകര കളപ്പുരയ്ക്കൽ ജോർജിന്റെയും റെജിയുടെയും മകൾ എലീന ജോർജ്, കോ-ഫൗണ്ടർ, പ്രൊജക്ട് അൺലേൺ, ഡൽഹി. വധു ഡൽഹി അംബേദ്കർ സർവകലാശാലയിലെ പ്രണയമാണ് വിവാഹത്തിലെത്തിയത്. മുഹൂർത്തമോ ചടങ്ങുകളോ ഉണ്ടായിരുന്നില്ല. രാവിലെ 9:30 രജിസ്ട്രാർ എത്തി. ഒപ്പിടുമ്പോൾ മേളത്തിന് പകരം കയ്യടി. താലികെട്ടോ മാലയണിയിക്കലോ ഇല്ല. രാഷ്ട്രീയ രംഗത്ത് നിന്ന് പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി GR അനിലും CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാറും ജില്ലാ സെക്രട്ടറി V. ജോയിയും. അതിഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി. വൈകിട്ട് നഗരത്തിലെ കൺവെൻഷൻ സെന്ററിൽ സ്വീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ മോതിരം കൈമാറി. നടൻ മോഹൻലാൽ, മന്ത്രിമാർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, സ്പീക്കർ M. ഷംസീർ തുടങ്ങിയവരും ആശംസകളുമായെത്തി. ചായ സൽക്കാരം മാത്രം. 3 പതിറ്റാണ്ട് മുമ്പ് ശിവൻകുട്ടിയുടെയും പാർവതിയുടെയും വിവാഹത്തിനെത്തിയവർക്ക് പാർവതിയുടെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ P. ഗോവിന്ദപിള്ള നൽകിയതും ചായ ബിസ്ക്കറ്റ്. 1950 മാർച്ച് 24 റോസ് ഹൗസ് വേദിയായ ആദ്യ വിവാഹം തിരുക്കൊച്ചി മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ളയുടെ മകൾ ലീലയുടേതായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ താരദമ്പതികളായ KR ഗൗരിയമ്മയും TV തോമസും മന്ത്രിമാരായിരിക്കെ വിവാഹിതരായത് റോസ് ഹൗസിലും സമീപത്തെ മറ്റൊരു മന്ത്രിമന്ദിരമായ സാനഡുവിലും താമസിക്കവെയാണ്. 1957 മെയ് 30 ഗൗരിയമ്മയുടെ വസതിയായ സാനഡുവിൽ നടന്ന വിവാഹത്തിന് താലിയെടുത്ത് നൽകിയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു.